Okay. Last class we നോക്കുന്നത് different types of clamping methods devices. അതിൽ നമ്മൾ കുറച്ച് types of clamping നോക്കാം. Latch clamps അതുപോലത്തെ clamps നോക്കി. Okay. So the step of pressing the workpiece against the locating surfaces to hold it there is called clamping, and the tools used for this are called clamps. And there are different classification of clamps. So for that, there are certain principles of clamping. അതിൽ വരുന്നതാണ് പൊസിഷനിങ് അല്ലെ. അതായത് ക്ലാമ്പിംഗ് ഫോഴ്സ് എപ്പോഴും സ്ട്രോങ് സപ്പോർട്ട് പാർട്ടിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് ഒബ്സ്ട്രക്ട് ദ പാത്ത് ഓഫ് ദ കട്ടിംഗ് ടൂൾ. ഓൾസോ ഇറ്റ് ഷുഡ് നോട്ട് ഒബ്സ്ട്രക്ട് ദി observer while loading and unloading the workpiece. Similarly, strength, that is, the clamping system should have sufficient strength to hold the workpiece firmly against the cutting forces. At the same time, the clamping force should not make the damage to the workpiece. So, optimum clamping force should be applied, and also this clamping system should have enough strength to resist all uh, the applied force from the cutting tool also. Productivity should be designed in such a way that it should aim increasing the productivity. Productivity കൂട്ടുന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ ഡിസൈൻ നടത്താൻ വേണ്ടി അല്ലെ. That is by using knobs, screws, tommy bars, ഇതുപോലത്തുള്ള ഓപ്പറേറ്റഡ് സിംപ്ലി നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതുപോലത്തുള്ള എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഈ സെറ്റപ്പ് ടൈം കുറക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. എക്സാമ്പിളായിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു നെറ്റ് ആൻഡ് ബോൾട്ട് ടൈപ്പ് ഒരു ക്ലാമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വി നീഡ് ഹെൽപ്പ് ഓഫ് എ സ്പാനർ ടു ടൈറ്റ് ആൻഡ് ലൂസ് ഇറ്റ്. അത് അത്രയും സമയം നമുക്ക് നഷ്ടമാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള ഹാൻഡിൽ അല്ലെങ്കിൽ ഹാൻഡ് ജോബ് പോലെ അല്ലെങ്കിൽ ഹാൻഡ് വീൽ പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. ഓപ്പറേറ്റർ സ്റ്റാറ്റിക് ഒഴിവാക്കുക. ഹെവി ലാർജ് നമ്പർ ഓഫ് ക്ലാംസ് ഒക്കെ ഒരു ജോബിന് ആവശ്യമാണെങ്കിൽ ഇൻ സച്ച് കണ്ടീഷൻ വി വിൽ ഗോ ഫോർ pneumatic or hydraulic clamping system. So that will reduce the operator fatigue. And workpiece variations. That is, our clamping system design ചെയ്യുമ്പോൾ അത് അതിന്റെ സൈസ് ലിമിറ്റേഷൻ്റെ ഉള്ളിൽ ഏതൊരു ഷേപ്പിലുള്ള വർക്ക്പീസിന് ഹോൾഡ് ചെയ്യാൻ തക്കത്തിലുള്ള വേരിയേഷൻസ് അതിന്റെ ഡിസൈനിൽ വേണം. ഓക്കെ, ദാറ്റ് ഈസ് വർക്ക്പീസ് വേരിയേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാംസ് നോക്കി. അതിൽ ഫസ്റ്റ് ഒന്ന് സ്ട്രാപ്പ് ക്ലാംസ് ആണ്. ഓൾസോ ഡിഫറെന്റ് വേരിയൻസ് ഫോർ സ്ട്രാപ്പ് ക്ലാംസ്. ദെൻ സൈഡ് ക്ലാംസ്. വർക്ക്പീസ് മീൻസ് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവറിനെ ഒബ്സ്ട്രക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് എളുപ്പമാക്കുന്ന ഒരു ടൈപ്പ് ക്ലാമ്പാണ് സൈഡ് ക്ലാമ്പ്. വേരിയേഷൻ ഓഫ് സൈഡ് ക്ലാമ്പ്. ദെൻ ലാച്ച് ക്ലാമ്പ് ഉണ്ട്. ലാച്ച് ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു ലാച്ച് ഉണ്ടാവും. ലാച്ച് തന്നെ നമുക്ക് എന്താ പറയാ മാറ്റുന്ന രീതിയിലായിരിക്കും, അത് രീതിയിലായിരിക്കും ആ ലാച്ച് ഉണ്ടാവില്ല. സോ ഇറ്റ് ഹെൽപ്സ് ടു ക്ലാമ്പ് ദ വർക്ക് പീസ് സെക്യൂർലി. അതായത് നമ്മൾ ക്ലാമ്പ് അത് ടൈറ്റ് ചെയ്യുമ്പോൾ എന്താവും, അത് എല്ലാ റസ്റ്റിംഗ് പെൻസിലും കൃത്യമായിട്ട് ടച്ച് ചെയ്തിട്ട് അത് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കും. ഇത് സിമ്പിൾ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ, ക്ലാംസ് ഒക്കെ നമുക്ക് നോക്കിയാൽ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. Clamp is provided with screw thread to clamp the workpiece, but it is not suitable for mass production. കാരണം സിമ്പിൾ സ്ക്രൂസ് ആണ് ഉപയോഗിക്കുന്നത്, നെറ്റ് ആൻഡ് ബോൾട്ട് വെച്ചിട്ടുള്ള ടൈറ്റിംഗ് അല്ല. സിമ്പിൾ സ്ക്രൂ ആയതുകൊണ്ട് തന്നെ എന്താണ് വൈബ്രേഷൻ ഉള്ള ഒരു പാർട്ടാണെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു അത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് suitable ഫോർ മാസ് പ്രൊഡക്ഷൻ. അപ്പൊ സ്ക്രൂ ക്ലാമ്പ് പറയുമ്പോൾ അതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ക്രൂ ആൻഡ് നോബ് ആൻഡ് എ പ്രഷർ പാഡ്. പിന്നെ ക്യാമ്പ് ക്ലാംസ് നോക്കിയാലേ. ക്യാമ്പ് ക്ലാംസ് പറഞ്ഞാൽ ദർ വിൽ ബി എ ക്യാമ്പ്, ഒരു ക്യാമ്പ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഒരു എക്സ്റ്റൻഡ് സർഫസിൽ ഒരു സ്പെരിക്കൽ ഒരു എന്താ സർക്കുലാർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സർഫസ് ആണ് ക്യാമ്പ്. ക്യാമ്പ് സാധാരണ ക്യാമ്പ് ആൻഡ് ഫോളോ മെക്കാനിക്സിലൊക്കെ ക്യാമ്പ് യൂസ് ചെയ്യാറുണ്ട്. രണ്ട് ടൈപ്പ് ക്യാമ്പ് ഉണ്ട്, സ്പൈറൽ ആൻഡ് എക്സെൻട്രിക്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫിഗർ വരിക. നമ്മൾ ഇതുപോലത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മള് കുറെ സ്ഥലത്ത് ഈ നോബൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ. അല്ലെങ്കിൽ പല സ്ഥലത്തും നിങ്ങൾ ഒരു സാധനം ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ചാൽ നമ്മളെ
നമ്മളിപ്പോൾ എന്താണ് മൊബൈൽ ഹോൾഡറൊക്കെ ഉണ്ടാവും കാറിലൊക്കെ വെക്കുന്നത് അതിലൊക്കെ ചിലപ്പോൾ ഇതുപോലെയുള്ള മെക്കാനിസംസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ വാക്വം നോബ്സ് ഒക്കെ നമ്മളൊന്ന് പുഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് ഈ പറയുന്ന സർഫസിന് മുകളിൽ ഒട്ടി വെക്കും അപ്പൊ അതുപോലത്തെ സാധനങ്ങളാണ് ഈ പറയുന്ന നോബ്സും കാര്യങ്ങളൊക്കെ ക്യാം ക്ലാംസ് ഉണ്ട് അപ്പോൾ വേറെ ടൈപ്പ് ക്ലാംസ് അപ്പോൾ ഈ ക്ലാംസിലൊക്കെ എന്താണ് വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് റിട്രാക്ടിങ് സ്പ്രിങ് സോ വൺസ് വി റിമൂവ് ദി unload the in order to unload the workpiece we uh, rotate the clamp in the opposite direction then the retracting spring will move the strap above and it is easy to unload the workpiece. Then wedge clamps ഉണ്ട് wedge clamp നോക്കി wedge shaped element ആണ് ഉണ്ടാവുക അപ്പോൾ by tightening the nut and bolt we can hold the or clamp the workpiece by loosening. So while tightening and loosening, the wedge will be moving in horizontal direction uh, in this figure. So because this figure shows a side jaw wedge clamp. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് സൈഡിലാണ് അതിന്റെ ക്ലാമ്പിംഗ് ആക്ഷൻ വേണ്ടത് സോ ബൈ ടൈറ്റനിങ് ദ നെറ്റ് ആൻഡ് ബോൾട്ട് യു ക്യാൻ മൂവ് ദ വെഡ്ജ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അപ്പോൾ അത് ഒരു ഡയറക്ഷനിലേക്ക് അല്ല ടൈറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ അത് മറ്റേ ഡയറക്ഷനിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും അപ്പോൾ നമുക്കത് അൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും വെഡ്ജ് ക്ലാമ്പിന് വേറൊരു ടൈപ്പ് ഓഫ് വെഡ്ജ് ക്ലാമ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ് കാണിച്ചത് വെഡ്ജ് ക്ലാമ്പിന്റെ നെക്സ്റ്റ് വൺ ഈസ് പവർ ക്ലാമ്പ് അപ്പോൾ പവർ ക്ലാമ്പിലും കുറെ ടൈപ്സ് ഓഫ് ക്ലാംപ്സ് ഉണ്ട് മെയിനായിട്ട് വരുന്നതാണ് ന്യൂമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് ക്ലാംപ്സ് എന്താണ് യൂസിങ് പവർ ക്ലാമ്പിംഗ് എ നമ്പർ ഓഫ് ക്ലാംപ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ക്യാൻ ബി ഓപ്പറേറ്റഡ് സൈമൾട്ടേനിയസ്ലി പവർ ക്ലാമ്പിംഗ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ബൈ യൂസിങ് ഫോളോയിങ് മീൻസ് അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പവർ ക്ലാംപ്സ് ആണുള്ളത് ലൈക്ക് pneumatic clamping is there, hydraulic clamping is there, vacuum clamping is there, magnetic clamping and electrostatic clamping. അപ്പോൾ ഇതിൽ ന്യൂമാറ്റിക് ഹൈഡ്രോളിക് വാക്വം മാഗ്നറ്റിക് ഒക്കെ നമുക്ക് സിലബസിൽ ഉള്ളതാണ് ഫസ്റ്റ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ക്ലാമ്പിംഗ് ഹിയർ ദ ക്ലാമ്പിംഗ് നമ്മൾ യൂഷ്വലി മെക്കാനിക്കൽ ക്ലാമ്പിങ്ങിൽ ചെയ്യുന്ന എന്താണോ സെയിം എന്താണ് മെക്കാനിസം തന്നെയാണ് മെക്കാനിസം മീൻസ് സെയിം ഫങ്ഷനിങ് തന്നെയാണ് ചെയ്യുന്നത് ക്ലാമ്പ് ബട്ട് the power will be supplied by a hydraulic system or a hydraulic or a pneumatic system. Okay. So larger it can be used for larger work pieces and all. A large amount of clamping force ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് usual mechanic clamps may not work or more clamping is sometimes in some work pieces for complicated shaped work pieces we may require more number of clamping uh, positions or more number of clamps is required. In such cases, we can go for hydraulic or pneumatic clamping. Okay. For hydraulic, we will use a liquid for AC working fluid to develop the power. In the case of pneumatic, we will use air. Air working fluid. So, even the clamps what we have explained earlier, clamps mechanical operated. So many of those type of clamps can be operated using a few of the power clamping methods. So ഈ പറയുന്ന പവർ ക്ലാമ്പിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ചില ക്ലാമ്പുകൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ദെൻ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ദീസ് ക്ലാംപ്സ് ആർ മോർ എഫിഷ്യൻറ്റ് പ്രൊവൈഡഡ് പ്രൊവൈഡ് ഹയർ ക്ലാമ്പിംഗ് ഫോഴ്സ് ആൻഡ് ആർ ക്വിക്ക് ആക്ടിങ് സോ ഈ ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ക്ലാമ്പ് നമ്മൾ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുക ദെൻ വി നീഡ് എ heavier workpiece we will go for this type of clamping because it will give us higher clamping forces but compared to mechanic clamps they are costlier. So the advantage of using these clamping methods are faster clamping, uniform and equalized clamping pressure and less operator fatigue. Already നമ്മൾ operator fatigue നോക്കിയാൽ operator fatigue കുറവാണ് because നമുക്ക് easily നമുക്ക് control ചെയ്യാൻ വേണ്ടി പറ്റും അല്ല higher clamping force കൊടുക്കാൻ വേണ്ടി പറ്റും and also എല്ലാ വശത്തും equal ആയിട്ടുള്ള clamping pressure നമുക്ക് കൊടുക്കാൻ പറ്റും that means uniform and equal pressure on all clamping areas and also the working principle of these are similar but the pneumatic system needs larger cylinders to develop high pressure. നമുക്കറിയാം whenever we are using a pneumatic or a hydraulic system നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈഡ്രോളിക് കട്ടിംഗ് മെഷീൻസ് കണ്ടിട്ടുണ്ടാവും pneumatic operated നമ്മൾ ബസ്സിലൊക്കെ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും അല്ലെ സോ ഇൻ സച്ച് കേസസ് അവിടെയൊക്കെ നമുക്ക് എന്ത് വേണം നമുക്ക് സിലിണ്ടേഴ്സ് വേണം അല്ലെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സിലിണ്ടേഴ്സ് വേണം കാരണം
നമ്മളിത് പ്രഷർ കൊടുക്കുകയാണല്ലേ. അപ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഇൻ ദാറ്റ് വി ആർ compressed air or fluid we are applying for to get the power output or to get the pressure. So working principle of these are similar, but the pneumatic system needs larger cylinders to develop high pressure. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് എന്ത് സംഭവിക്കും? ലാർജ് സിലിണ്ടേഴ്സ് ആണ് വേണ്ടത്. കമ്പയർ ടു ന്യൂമാറ്റിക് ദിസ് ഹൈഡ്രോളിക് സിസ്റ്റം റിക്വയർ ഓൺലി സ്മോൾ സിലിണ്ടേഴ്സ്. അതായത് ചെറിയ സിലിണ്ടറിലുള്ള കുറച്ച് ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്ക് ഗ്രേറ്റർ ഹൈഡ്രോളിക് പ്രഷർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം വി റിക്വയർ എ ലാർജർ സിലിണ്ടർ ടു ഡെവലപ്പ് ദ സെയിം പ്രഷർ. ഓക്കെ, അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ബട്ട് ബാക്കിയുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ സെയിം തന്നെയാണ്. ഡ്യൂറിങ് ക്ലാമ്പിംഗ്, ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കറിയാം ഒരു മാനുഫാക്ചറിങ് ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ കംപ്രസ്ഡ് എയർ ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും, കംപ്രസർ ഒക്കെ അവിടെ ഉണ്ടാവും എന്തായാലും. സോ ഇറ്റ് ഈസ്, അപ്പൊ അവർക്ക് ഈസിയാണ് ഒരു ഇതുപോലത്തെ ക്ലാമ്പിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഈസിയാണ്. The supply of compressed air, it may be available in most manufacturing industries, and it is convenient to use pneumatically operated clamping device in such industries. Okay, അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് ഹൈഡ്രോളിക് അല്ലെ. ലീക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പക്ഷേ pneumatic system, it is easy to operate when compared to hydraulic. So if the air availability ഉള്ളത് low pressure ആണെങ്കിൽ in such cases we can go for a air booster. So air device യൂസ് ചെയ്ത് നമുക്ക് എന്താ ചെയ്യാം, എയർ പ്രഷർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. So usually this type of air boosters are used to convert low pneumatic pressure into higher pressures. Okay, അതുപോലെ തന്നെ ഈ ഹയർ ഹൈഡ്രോളിക് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. Okay, that is a booster is used to convert the lower pneumatic pressure into higher hydraulic pressure in order to use it or in order to operate the hydraulic powered clamping system. അപ്പോൾ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ല എന്താണ്, ഒരു പിസ്റ്റൺ സിലിണ്ടർ ഉണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് പ്രഷർ. നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു ഫ്ലൂയിഡ്, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഈസ് taken through the intake valve of the cylinder, and it is going to apply the pressure on the piston inside it. Piston അപ്പോൾ അതിന് reciprocating motion ആണുള്ളത്. So the piston is connected to a piston rod which is in turn connected to a two links അല്ലെ. The link is in turn connected to a clamp. അപ്പോൾ ഇതുപോലത്തെ ഒരു സിസ്റ്റം ഓർ സീരീസ് ഓഫ് ലിങ്കേജസ് ഉള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ക്ലാമ്പിംഗ്. ഈ കേസ് നമ്മൾ എന്താണ്, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. Okay, so the piston rod is connected to the levers of the clamp, so which is going to exert necessary pressure to the workpiece. As the piston moves back, the levers release the clamping pressure on the workpiece and it is released for unloading. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം എന്താണ്, പിസ്റ്റൺ ബാക്കിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് നമുക്ക് ഇത് അൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മളത് ഇതിന് മുകളിൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ the main advantage here is that നമുക്ക് എപ്പോഴും ഒരു യൂണിഫോം കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ വാട്ട് എവർ നമുക്ക് ഈ വർക്ക് പീസിന് മുകളിലായിട്ട് നമ്മൾ ഫർദർ ഓപ്പറേഷൻസ് ചെയ്യുന്നല്ലേ, വാട്ട് എവർ ഓപ്പറേഷൻസ് വി ആർ ഗോയിങ് ടു, ഓർ വാട്ട് എവർ cutting operation we are going to do on this workpiece, so there will be certain vibrations and all, so while cutting operation there will be vibration, but if that vibration is not going to change the position of the workpiece because we can give a uniform pressure, uniform clamping force, and sufficiently high clamping force can be applied by using this type of hydraulic or pneumatic clamping system. അപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിന്റെ മൂവ്മെന്റ് കാരണം നമുക്ക് എന്താ ചെയ്യും, അത് ലോഡിങ് ആൻഡ് അൺലോഡിങ് അവിടെ പോസിബിൾ ആണ്. Okay, that's the movement of the piston to and back will help the levers to load and unload the workpiece. So when we are using a number of clamps actuated by a single hydraulic system, so ഈ ഒരു ഒറ്റ സിലിണ്ടർ ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചിട്ടാണ് ഒരുപാട് ക്ലാംപ്സ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, and the clamping pressure of all the clamps in such case will be equal. So during
അപ്പോൾ സെയിം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ when there are a number of clamps actuated by a single hydraulic system, clamping pressure of all clamps will be equal. And by regulating the pressure of the fluid, clamping pressure can be varied. Higher pressure can be used for heavy cut and lower pressure can be used for finishing operation. So usually നമ്മളൊരു ഒപ്റ്റിമം പ്രഷർ എപ്പോഴും കീപ്പ് ചെയ്യണം അല്ലേ. So usually higher pressure or lower pressure. So നമുക്കിത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഫോഴ്സ് പ്രഷർ എത്ര കൊടുക്കണം, പ്രഷർ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ യൂഷ്വലി ഹെവിയർ കട്ടിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് കൂടിയ ഓപ്പറേഷൻസിന് റിക്വയർ ഹയർ പ്രഷേഴ്സ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോവർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് പോലെയുള്ളതാണെങ്കിൽ നമുക്ക് ലൈറ്റ് പ്രഷേഴ്സ് മതി അല്ലെ, ക്ലൈമ്പിംഗ് പ്രഷർ. So higher pressure can be used for heavy cuts and the lower pressure can be used for finishing operations. The risk of sudden pressure drop can be eliminated by providing non-return valves along the hydraulic circuit. ഇപ്പൊ എപ്പോഴും ഈ പറയുന്ന ഹൈഡ്രോളിക് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് മൂവ്മെന്റുള്ള സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാൾവ് എന്താണ്? വി ആർ യൂസിങ് എ വൺ വേ വാൾവ് ഓർ വി ആർ യൂസിങ് എ നോൺ റിട്ടേൺ വാൾവ്. അപ്പൊ എന്തിനാണ് ഈ നോൺ റിട്ടേൺ വാൾവ് യൂസ് ചെയ്യുന്നത്? സോ ദ പ്രഷർ എപ്പോഴും ഏതുമായിട്ട് എത്ര എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അതിലേക്ക് പാസ് ചെയ്തു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെയുള്ള പ്രഷർ. അപ്പൊ ആ ഫ്ലൂയിഡ് തിരിച്ച് പുറകേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രഷർ കുറയും, ക്ലാമ്പിംഗ് ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കുറയാൻ വേണ്ടി പാടില്ല അല്ലെ, വൈബ്രേഷനോ മറ്റു കാര്യങ്ങളൊന്നും കൊണ്ട് ക്ലാമ്പിംഗ് ഫോഴ്സ് കുറയാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു വശത്തേക്ക് മാത്രം കടത്തിവിടുന്ന ഒരു വാൾവ് യൂസ് ചെയ്യുന്നത്, അതായത് വൺ വേ വാൾവ് ഓർ നോൺ റിട്ടേൺ വാൾവ് ഈസ് യൂസ്ഡ്. ഓക്കെ, സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ട് കിണറിലൊക്കെ നമ്മൾ താഴെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു നോൺ റിട്ടേൺ വാൾവാണ്. അതായത് മുകളിലേക്ക് മാത്രമേ അത് വെള്ളം കടത്തിവിടും, താഴേക്ക് വെള്ളം കടത്തിവിടില്ല അല്ലെ. കിണറിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഹോസ് നമുക്ക് കാണാം, അതിലെപ്പോഴും വാട്ടർ ഉണ്ടാവണം അല്ലെ. സാധാരണ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിക്കുമ്പോൾ അതിലെപ്പോഴും വാട്ടർ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തവണ നമ്മൾ ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ ഇത് ലിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ആ വെള്ളം തിരിച്ചു വിടാതിരിക്കാൻ അവിടെ ഉപയോഗിക്കുന്ന ഒരു നോൺ റിട്ടേൺ വാൾവാണ്. അപ്പൊ അത് കേടാവുമ്പോഴാണ് നമ്മൾ ഈ പ്രൈമിങ് നമ്മൾ വെള്ളം കൂട്ടുക അല്ലെ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ അതുപോലത്തെ ഒരു നോൺ റിട്ടേൺ അല്ലെങ്കിൽ വൺ വേ വാൾവാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സഡൻ ഡ്രോപ്പ് ഇൻ പ്രഷർ എന്ന റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ക്ലാമ്പിംഗിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ ഇസ് വാക്വം ക്ലാമ്പിംഗ്. വാക്വം ക്ലാമ്പിംഗ് നമ്മൾ സാധാരണ കാണുന്നത് നമുക്കറിയാം, വാക്വം ഉപയോഗിച്ച് നമ്മൾ ഒട്ടിക്കാറുണ്ടല്ലേ, ചില്ലിലൊക്കെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റും വാക്വം ഉപയോഗിച്ചിട്ട്. സോ അത് നമുക്ക് ആ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബൈ യൂസിങ് എ വാക്വം പമ്പ് വി ക്യാൻ ക്രിയേറ്റ് എ വാക്വം ആൻഡ് വി ക്യാൻ ഹോൾഡ് വർക്ക് പീസ്. ഓക്കെ, അപ്പൊ ഫിഗറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട, ആ ഫിഗർ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവാതൊരു ഫിഗറാണ്. ആക്ച്വലി പീസ് ഉണ്ടല്ലോ മുകളിൽ, അതിലേക്ക് നമ്മളൊരു വാക്വം പമ്പ് വഴി എന്താണ് ചെയ്യുന്നത്? വാക്വം പ്രഷർ അപ്ലൈ ചെയ്തിട്ട് അതിനവിടെ ഹോൾഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ an application of vacuum clamping is for securing thin sheets which cannot take up heavy clamping forces. So സാധാരണയായിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് ക്ലാമ്പിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ? When the workpiece is very large workpiece, very complicated workpieces, complicated shapes, in such cases type of hydraulic and pneumatic system. Otherwise, for simple workpieces and all, we will go for mechanical clamping clamps. നേരത്തെ പറഞ്ഞ മെക്കാനിക്കൽ ക്ലാംപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. But what about very thin workpieces for thin sheets of sheet metals and all? So for this type of thin sheets and thin workpieces, we can't go for this type of heavier clamps. അല്ല, ഇതുപോലത്തെ ഹെവിയർ ക്ലാമ്പിംഗ് പ്രഷർ കൊടുക്കുന്ന ക്ലാംപ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ക്ലാംപ്സോ ഈ പറയുന്ന ന്യൂമാറ്റിക് ഓർ ഹൈഡ്രോളിക് ക്ലാംപ്സോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്തരത്തിലുള്ള കേസ് നമുക്ക് ലൈറ്റർ ഫോഴ്സ് കൊടുക്കണം അല്ലെ. ഇറ്റ് ഷുഡ് നോട്ട് ഡാമേജ് ദ വർക്ക് പീസ്. അപ്പൊ അത്തരത്തിൽ ഡാമേജ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് ബൈ യൂസിങ് വി ക്യാൻ ക്ലാമ്പ് ഇറ്റ് ബൈ യൂസിങ് വാക്വം പ്രഷർ. അപ്പൊ വാക്വം പ്രഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലാമ്പ് ചെയ്താൽ നമ്മൾ എന്താണ് ഇതിന് മുഴുവൻ ഡാമേജ് ഒന്നും വരില്ല. ബട്ട് ദിസ് വാക്വം പ്രഷർ കനോട്ട് ബി യൂസ് ഫോർ ഹെവിയർ വർക്ക് പീസസ് അല്ലെ. ഹെവിയർ വർക്ക് പീസസ് നമുക്കറിയാതെ അവിടെ നിൽക്കൂല. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ണാടി ചില്ലൊക്കെ നമ്മൾ വാക്വം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടാല്ലേ, ഒരു കുക്കൊക്കെ ഇല്ല, അതിലേക്ക് നമുക്ക് എന്തൊക്കെ നമുക്ക് തൂക്കിയിടൊക്കെ ചെയ്യാം. പക്ഷെ കട്ടിയുള്ള സാധനങ്ങൾ നമുക്ക് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഇളകി വീഴും. സോ അവിടെ വാക്വം പമ്പൊന്നും ഉപയോഗിക്കുന്നതല്ല, അത് ഓർഡിനറി നമുക്ക് അതിന്റെ ആ ഷേപ്പ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു വാക്വം കൊണ്ടാണ് അത് അവിടെ ഒട്ടി നിൽക്കുന്നത് അല്ലെ. നമ്മൾ കണ്ണാടി ചില്ലൊക്കെ നമുക്ക് ഒട്ടിച്ചിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. ബട്ട് ലൈറ്റർ ആയിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ തൂക്കി പറ്റും. Similarly here we are using a vacuum pump with a vacuum pressure to hold this type of metallic workpiece. So usually it is used for lighter or thin sheets. അപ്പോൾ ലൈറ്റ് ക്ലാമ്പിംഗ് മാത്രമാണ് ഈ വാക്വം ക്ലാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ വാക്വം പമ്പ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ വാക്വം പമ്പിന് ഒരു ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ ചില ഗ്രൂവ്സ് ഒക്കെ കൊടുക്കും. ഓക്കെ,
അല്ലെങ്കിൽ കുറച്ച് ഡക്സ് ഒക്കെ കൊടുക്കും. സോ അതായത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഈ പറയുന്ന വാക്വം പമ്പ് സ്റ്റോപ്പ് ചെയ്താൽ നമുക്കത് ക്ലാമ്പ് റിലീസ് ആവും. അത് ഓൺ ചെയ്താൽ ക്ലാമ്പ് അത് എന്താണ് അത് ആക്ടിവേറ്റ് ആവും. ഓക്കെ, സോ അത് ഒരു കാര്യമാണ്. ആ ഫിഗർ അങ്ങനെ റിലേറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ആ ഇത് മാത്രം ആലോചിച്ചാൽ മതി, ഈ ഒരു മെത്തേഡ് മാത്രം ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ക്ലാമ്പിംഗ്. സോ സിമിലർ ടു വാക്വം ക്ലാമ്പിംഗ്, ഇത് മാഗ്നറ്റിക് ക്ലാമ്പിംഗ് എന്ന് വെച്ചാൽ another ടൈപ്പ് ആണ്. അവിടെ നമ്മൾ എന്താണ് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ നോക്കാം, നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം നേരത്തെ പെർമനന്റ് മാഗ്നറ്റ് അല്ലെ. അപ്പോൾ ഇവിടെ രണ്ട് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് പെർമനന്റ് മാഗ്നറ്റ് ഈസ് അലൗഡ് ടു സ്ലൈഡ് or it is mounted on a sliding member and moved under a non-magnetic material. ഇവിടെ നോക്കി മെമ്പർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ മെമ്പറിന്റെ മുകളിൽ കൂടി പെർമനന്റ് മാഗ്നറ്റിന് രണ്ട് വശത്തേക്ക് സ്ലൈഡ് ചെയ്യാൻ സാധ്യമാണ്. ഓക്കെ, അങ്ങനെ ഇതിന്റെ മുകളിൽ നോക്കിയാൽ മുകളിൽ രണ്ട് മെമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് മെമ്പേഴ്സ് നോൺ മാഗ്നറ്റിക് മെമ്പേഴ്സ് ആണ്. എന്നുവെച്ചാൽ അത് മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തി വിടൂല. അതിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുള്ളത്. സോ whenever this permanent magnet is under this non-magnetic strips, അന്നേരം സംഭവിക്കും there will not be any magnetic force on this workpiece. ഇല്ലാത്ത സമയത്തൊക്കെ എന്ത് സംഭവിക്കും, അത് മാഗ്നറ്റൈസ് ചെയ്തിട്ട് ഈ വർക്ക് പീസിനെ അതിലേക്ക് വലിച്ചു പിടിക്കും അല്ലെ. അപ്പൊ ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ മാഗ്നറ്റിക് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇൻ മാഗ്നറ്റിക് ക്ലാമ്പിംഗ് വിച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് വി ക്യാൻ യൂസ് ബോത്ത് പെർമനന്റ് മാഗ്നറ്റ് ആസ് വെൽ ആസ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. അതായത് രണ്ട് ടൈപ്പ് മാഗ്നറ്റ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ബാർസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉപയോഗിക്കാം. സോ അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, അതായത് there will be permanent magnet which is able to slide on a member. Above the permanent magnet there will be a non-magnetic strip. അപ്പോൾ നോക്കി രണ്ട് പോയിന്റ് മാത്രമായിട്ട് നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പ് അല്ല. വെൻ എവർ ദി മാഗ്നറ്റ് കംസ്, ദിസ് പെർമനന്റ് മാഗ്നറ്റ് കംസ് അണ്ടർ ദിസ് നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പ്, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അപ്ലൈ എനി മാഗ്നറ്റിക് ഫോഴ്സ് ഓർ പ്രഷർ. ഇൻ അതർ ഏരിയ ഇറ്റ് വിൽ ബി അപ്ലൈങ് മാഗ്നറ്റിക് പ്രഷർ. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ അൺലോഡ് ആൻഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ഇതിൽ പെർമനന്റ് മാഗ്നറ്റിക് കേസിൽ ചെയ്യുന്നത്. സോ here, similar to vacuum clamping, magnetic force can be made used to clamp the workpiece in position. Permanent magnets or electromagnets are used for this purpose. So both permanent magnets as well as electromagnets can be used for this purpose. Permanent magnets are mounted on a sliding member. അതാണ് ഇപ്പോൾ കാണിച്ച sliding member, താഴത്തെ member അല്ലേ, and moved under a non-magnetic material to block the magnetic flux. So whenever it is coming under this non-magnetic material, it is going to block the magnetic flux. അന്നേരം വർക്ക്പീസിലേക്ക് നമുക്ക് ഈ മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടില്ല അല്ലെ, അല്ലെങ്കിൽ ഫ്ലക്സ് അനുഭവപ്പെടില്ല. പെർമനന്റ് മാഗ്നറ്റ്സ് ആർ slid into the clamping and unclamping positions by a lever. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇത് ക്ലാമ്പ് ചെയ്യണം? So we are using a lever to for the movement of or to in order to slide the magnet. അപ്പൊ നമുക്കത് ആ ലിവറിന്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ലോഡിങ് ആൻഡ് അല്ലെങ്കിൽ ക്ലാമ്പിംഗ് ആൻഡ് അൺക്ലാമ്പിംഗ് ചെയ്യാം. The workpiece to be clamped is placed on the surface of clamp. There are a number of permanent magnets below the surface of clamp. A lever is used to operate the in the on position. The magnetic flux passes through the workpiece to complete the magnetic circuit, and in the off position, the flux passes through the clamp surface only and not through the workpiece. Thus, the workpiece is unclamped. This is done by aligning the magnets with a number of non-magnetic separators. അപ്പോൾ ഈ നോൺ മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അൺക്ലാമ്പ് ചെയ്യാൻ വേണ്ടി മാഗ്നറ്റ് ഫ്ലക്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതത്ര മാത്രമേ ഉള്ളൂ. So the magnetic cable surface is divided into alternative strips of magnetic and non-magnetic material. The non-magnetic strips block the path of the part of magnetic flux, and hence the flux passes through the workpiece to clamp it with the magnetic force. അപ്പോൾ ഈ പറയുന്ന സർഫസ് മാഗ്നറ്റിക് ടാബിൾ എന്ന് പറയുന്ന ടാബിളിന്റെ മുകളിലാണ് നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുള്ളത്. അതിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുള്ള സ്ട്രിപ്സ് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ വെനെവർ ദിസ്, അപ്പൊ ഈ പെർമനന്റ് മാഗ്നറ്റ് അവിടെയുള്ള ആ ഒരു ബ്ലോക്കിന്റെ ആ ഒരു സർഫസിന്റെ താഴെയാണ് ഈ പെർമനന്റ് മാഗ്നറ്റ് ഉള്ളത്. ആ പെർമനന്റ് മാഗ്നറ്റ് അതിന്റെ താഴെ ഒരു സർഫസ് ഉണ്ട് അല്ലെ, അതിലെയാണ് ഈ പെർമനന്റ് മാഗ്നറ്റ് സ്ലൈഡ് ചെയ്യുന്നത്. വി ആർ യൂസിങ് എ ലിവർ ടു slide the permanent magnet. So whenever the permanent magnet is below the non-magnetic strip, it is not going to apply any magnetic flux. In other areas, it is going to apply magnetic flux. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ക്ലാമ്പിംഗ് ആൻഡ് അൺക്ലാമ്പിംഗ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോമാഗ്നറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഇലക്ട്രോമാഗ്നറ്റ്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ഇലക്ട്രോമാഗ്നറ്റ് ടാബിൾസ് യൂസ് സോളിനോയിഡ് കോയിൽസ്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചത് പെർമനന്റ് മാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് tables use solenoid coils as temporary magnets. The solenoid coil acts like a magnet
when DC current is supplied. So in such electromagnets, we need to supply a DC current. So when the current is switched off, the table is demagnetized and workpiece is released. So by varying the current through the solenoid coil, the magnetic clamping force can be varied. These magnets are more powerful than permanent magnets. Electromagnets, we are using some current like DC supply is given. So whenever the supply is switched on, there will be a magnetic force. When it is switched off, we can remove the material. The clamping action will be released. അപ്പോൾ അതാണ് ഈ മാഗ്നറ്റിക് ക്ലാംപ്സിൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ക്ലാംപ്സിനെ കുറിച്ചിട്ട് നിങ്ങളെ ഇതിൽ സിലബസ് അനുസരിച്ചുള്ള ക്ലാംപ്സ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ്. ഡിഫറെന്റ് പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ ഇസ് വൺ ഓഫ് ദ മെയിൻ പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻ. അതുപോലത്തെ അപ്പോൾ അതിൽ വരുന്ന ഒരുപാട് ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ പ്രസ് വർക്കിംഗിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് പ്രസ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു ആക്ഷൻ ആണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. ഷിയറിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഷിയറിംഗ് ഇസ് ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് ഷീറ്റ് മെറ്റൽ ടു ദ റിക്വയർഡ് ഡയമെൻഷൻസ് ആൻഡ് ഷേപ്സ്. The sheet is subjected to shear stresses developed between a die and punch as in figure. സോ എപ്പോഴും നമ്മൾ ഈ ഷിയറിംഗ് ഇപ്പോൾ നമുക്കറിയാം വി ആർ യൂസിങ് ഡൈ ആൻഡ് പഞ്ച്. പ്രസ് വർക്കിംഗ് ഓപ്പറേഷൻസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഡൈസ് ഉപയോഗിക്കും, ഡൈസ് ആൻഡ് പഞ്ച് ഉപയോഗിക്കും അല്ലെ. പഞ്ചിങ് ആക്ഷൻ താഴേക്ക് കൊടുക്കും, ഡൈ വിൽ ബി ഫിക്സഡ് ഹിയർ. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ഷീറ്റ് മെറ്റൽ വെച്ചിട്ടുണ്ട് അല്ലെ, ഹൊറിസോണ്ടൽ. അതിലേക്കാണ് നമ്മൾ ഈ പഞ്ചിങ് ആക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, ഈ രണ്ട് സർഫസിലും അത് ടിയർ ചെയ്ത് പോകും അല്ലെ, ടിയർ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകും. ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് ഷിയറിംഗ് ആക്ഷൻ ഓഫ് ദി വർക്ക് പീസ്. So during the starting of the shearing or during the shearing process, initially cracks are from the top and bottom edge of the workpiece. Workpiece-ന്റെ top and bottom edge നിന്ന് crack formation നടക്കും. ആദ്യം ഈ രണ്ട് പോയിന്റിലായിരിക്കും crack formation ഉണ്ടാകും. 1 and 2, then 3 and 4. These points are marked as 1, 2, 3 and 4. As shearing proceeds, the point 1 and 2 move towards each other and meets point 3 and 4. This lead to separation of materials and creation of a hole on the workpiece. അപ്പോൾ ആക്ച്വലി ഇതൊരു പ്ലെയിൻ ഏരിയ ഓഫ് ഷീറ്റ് ആണല്ലേ. ആക്ച്വലി അത് ഇങ്ങനെ വെച്ചോണ്ടാണ് ഇത് ഇങ്ങനെയാണുള്ളത്. അതിന്റെ മുകളിൽ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കും, ആ പഞ്ചിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് ഇത്രയും ഭാഗത്തുള്ള മെറ്റീരിയൽ നമുക്ക് വേർവിട്ടിട്ട് പുറത്തേക്ക് വരും അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഈ മെറ്റീരിയലാണ്, ഈ മെറ്റീരിയൽ ഇവിടെ നിന്ന് വന്ന മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ അതാണ് പഞ്ചിങ് ആക്ഷൻ, സിമ്പിൾ ഓപ്പറേഷൻ ആണ്. A typical application of shearing process is to cut large sheets into smaller sections for subsequent press working operations. Based on shearing process, there are several operations performed on sheet metal. Even നിങ്ങൾ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ചെയ്യുകയാണ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ സ്നിപ്സ് വെച്ചിട്ട് ഷീറ്റിനെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സ്നിപ്സ് വെച്ച് ഷീറ്റ് കട്ട് ചെയ്യുമ്പോഴും ഇനീഷ്യലി ഓൺലി ദർ ഇസ് എ കട്ടിംഗ് ആക്ഷൻ, ഫസ്റ്റ് ഓഫ് ദ ആക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഷിയറിംഗ്. അവിടെ അത് ചെയ്യുന്ന ആക്ഷൻ എന്താണ്, ഷിയറിംഗ് ആക്ഷൻ ആണ്. നമ്മളൊരു സിസർ വെച്ചിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്യുമ്പോൾ അവിടെ കട്ടിംഗ് ആണ് നടക്കുന്നത് അല്ലെ, ബട്ട് അത് പാർട്ട്ലി ഷിയറിംഗും ആണ്. പക്ഷെ ഷീറ്റ് മെറ്റൽസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നടക്കുന്ന അവിടെ കട്ടിംഗ് എന്ന് വെച്ചാൽ നടക്കുന്ന അവിടെ ഒരു ഷിയറിംഗ് ആക്ഷൻ നടക്കുന്നത്. ആ ഷിയറിംഗ് മൂലമാണ് അവിടെ ഇത് രണ്ടും ടിയർ ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആവുന്നത്. ഓക്കെ, ഡിഫറെന്റ് വർക്കിംഗ് അല്ലെ ഡിഫറെന്റ് ഷിയറിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. നമുക്കത് അടുത്തൊരു ക്ലാസ്സിലായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.